നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ 10 ദിവസമായി ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നീക്കം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടതുപോലെ അറസ്റ്റ് ചെയ്യരുത് എന്ന ആവശ്യം രാഹുൽ മുന്നോട്ട് വെച്ചിരുന്നു. ആ ആവശ്യം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. ഇന്നലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ കോടതിയെ സമീപിച്ചത്. ഒരുപാട് കാര്യങ്ങൾ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ആ വാദങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് വിശദമായ വാദം ഈ കേസിൽ കേൾക്കേണ്ടിയിരിക്കുന്നു. വളരെ ഗൗരവകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഒരു കേസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് വിശദമായ വാദം കേട്ടതിന് ശേഷം മറ്റ് നടപടിയിലേക്ക് കടക്കാമെന്ന തീരുമാനത്തിലാണ് കോടതി ആയിരിക്കുന്നത്. 15-ാം തീയതി കേസ് പരിഗണിക്കും. 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർണായകമായ ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല കേസ് ഡയറി ഹാജരാക്കുക എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും അതിപ്രധാനമായ ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് തന്നെ. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാഹുലിന്റെ ആവശ്യം അറസ്റ്റ് ചെയ്യരുത്, ആ ഒരു ലക്ഷ്യമായിരുന്നു രാഹുലിനുണ്ടായിരുന്നത്. രാഹുൽ ഒരു സ്ഥലത്തുണ്ട് എന്ന് പോലീസ് അറിയുന്നു, അവിടെ നിന്നും പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുന്നു. പരമാവധി ഈ ഒരു അറസ്റ്റ് ഒഴിവാക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈ 10 ദിവസമായിട്ട് പോലീസിന് പിടികൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. അതിനിടയിലാണ് രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ നിർണായകമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. 10-ാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് എങ്കിൽ പോലും രാഹുലിന് വളരെ ആശ്വാസകരവും രാഹുലിന് തന്നെ നേട്ടവുമായി മാറുന്ന ഒരു നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹർജി പരിഗണിച്ചിട്ടില്ല, വിശദമായ വാദം കേട്ടിട്ടില്ല. വിശദമായ വാദം കേൾക്കുന്നതിന് മുന്നെയാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വിശദമായ വാദം 15-ാം തീയതി മാത്രമേ കേൾക്കുകയുള്ളൂ. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യരുത് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നുവെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കെ ബാബു വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും 15-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകില്ല, അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയില്ല. എന്നാൽ അന്വേഷണ സംഘം മടങ്ങേണ്ടിയിരിക്കുന്നു രാഹുൽ ഉണ്ട് എന്ന് അറിഞ്ഞെത്തിയ സ്ഥലത്തിൽ നിന്നും. മാത്രമല്ല ഇനി ഈ അറസ്റ്റ് തടഞ്ഞ സാഹചര്യത്തിൽ ഇപ്പൊ 10 ദിവസമായിട്ട് ഒളിവിലാണ്, അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. അറസ്റ്റ് തടയുക എന്നതായിരുന്നു രാഹുലിന്റെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒളിവിൽ നിന്ന് പുറത്തേക്ക് വരുമോ, അതായത് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊങ്ങി വരുമോ എന്ന ചോദ്യവും കൂടി നിലവിൽ ഉയരുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ അറസ്റ്റ് തടയപ്പെട്ട ഈ സാഹചര്യത്തിൽ ഈ അന്വേഷണത്തോട് സഹകരിക്കാൻ, അതായത് ഒളിവിൽ തന്നെ തുടരാതെ തിരിച്ചു വന്ന് അന്വേഷണത്തോട് സഹകരിക്കുക എന്നൊരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇനി എന്താണ് രാഹുലിന്റെ നിർണായകമായ നീക്കങ്ങൾ എന്നത് വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇനി അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടാത്ത സാഹചര്യത്തിൽ 15-ാം തീയതി വരെ എന്താണ് രാഹുൽ ചെയ്യാൻ പോകുന്നത്, രാഹുലിന്റെ അടുത്ത നീക്കം എന്താണ് എന്ന കാര്യങ്ങളൊക്കെ ഒരു ആകാംക്ഷ ഉടലെടുത്തിരിക്കുകയാണ്. എന്തായാലും താൽക്കാലിക ആശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരിക്കുന്നത്. ഒളിവിൽ കഴിയുന്നിടത്ത് രാഹുലിനെ തേടി എത്തിയിരിക്കുന്ന ഈ സന്തോഷ വാർത്ത താൽക്കാലിക മാത്രമായി മാറിയിരിക്കുകയാണ്. അറസ്റ്റ് എന്തായാലും തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ ആ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് എങ്ങനെയാണ് ഈ തീരുമാനത്തോട് പ്രതികരിക്കുക എന്നതും ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ കേസിൽ ഉണ്ട് എന്നൊരു നിഗമനത്തിൽ ഹൈക്കോടതി എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 15-ാം തീയതി വരെ രാഹുൽ സേഫ് തന്നെയാണ്, സുരക്ഷിതനാണ്, താൽക്കാലിക ആശ്വാസം ഉണ്ടായിരിക്കുന്നു. എന്തായാലും നിർണായകമായ തീരുമാനം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ രാഹുലിന്റെ നീക്കം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയും ഇതിനോടകം ഉടലെടുത്തു കഴിഞ്ഞു. കോടതി കേസ് പരിഗണിക്കുകയുണ്ടായി. പരിഗണിച്ചപ്പോൾ ഈ ഒരു രണ്ടുപേരെയും പരസ്പര സമ്മതത്തോടുള്ള ബന്ധമാണ് നടന്നത് എന്നതടക്കമുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്നിട്ടാണ് കേസ് നമുക്ക് 15-ാം തീയതി പരിഗണിക്കാം, അതായത് തിരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. വിശദമായ വാദത്തിലേക്ക് പോയിട്ടില്ല. അതിനു മുന്നേ ഒന്ന് പരിഗണിച്ച് അതിനുശേഷം വിശദമായ വാദം 15-ലേക്ക് തിരഞ്ഞെടുപ്പിന് ശേഷം നടത്താമെന്ന തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വിഷയം തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും എടുക്കുക. ഇത് CPM-നും തിരിച്ചടിയായി മാറിയോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതായത് തിരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയായിരുന്നു. ശബരിമല പ്രത്യേകിച്ച് കോൺഗ്രസ് ആരോപിച്ച, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആരോപിച്ച കാര്യമാണ് ഈ ശബരിമല കൊള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഷയം എടുത്ത് ഉയർത്തുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ. എന്തായാലും തിരഞ്ഞെടുപ്പ് വരെ
അതായത് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ രാഹുലിന്റെ അറസ്റ്റ് തടയപ്പെട്ട ഈ സാഹചര്യത്തിൽ ആ വിഷയത്തിന് ഒരു പ്രാധാന്യം നഷ്ടമായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞതുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഈ ഒരു നിർണായകമായ ഉത്തരവ്, അതായത് തീർച്ചയായിട്ടും അത് രാഹുലിന് വലിയ അനുകൂലമായി തന്നെ മാറിയിരിക്കുന്ന ഒരു താൽക്കാലിക ആശ്വാസം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും രാഹുൽ ഇത് വലിയൊരു ആശ്വാസമായി മാറുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 ദിവസമായിട്ട് സംസ്ഥാനങ്ങൾ മാറി മാറി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അറിഞ്ഞതാണ്, തമിഴ്നാട്ടിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, കർണാടകയിലുണ്ട്, ഇന്നടത്തുണ്ട് എന്നതടക്കമുള്ള വാദങ്ങൾ അല്ലെങ്കിൽ ആ വിവരങ്ങൾ കേൾക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനങ്ങൾ മാറി മാറി ഒളിവിൽ പോകുന്നു, സുഹൃത്തിന്റെ കാറിൽ രക്ഷപ്പെടുന്നു, അതിർത്തി കടക്കുന്നു, പോലീസിനെ വെട്ടിക്കുന്നു, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നത്. എന്തായാലും രാഹുലിന് ഇനി ഇത്തരത്തിൽ 15-ാം തീയതി വരെ ഇത്തരത്തിൽ ഒളിവിൽ പോകേണ്ട സാഹചര്യമില്ല. 15-ാം തീയതി വരെ സുരക്ഷിതനാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒളിവിൽ നിന്ന് മറനീക്കി പുറത്തേക്ക് വരുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ എന്തായാലും 15-ാം തീയതി വരെ എന്തായാലും രാഹുൽ നെട്ടോട്ടം ഓടേണ്ട കാര്യമില്ല എന്ന തരത്തിലേക്ക് ആശ്വാസകരമായി ഈ ഒരു വിധി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് കോടതി കേസ് പരിഗണിക്കുകയുണ്ടായി. പരിഗണിച്ച ശേഷം വിശദമായ ഒരു വാദം കേൾക്കണമെന്ന അഭിഭാഷകന്റെ ആവശ്യം അനുസരിച്ച് ഒരു ആവശ്യം അഭിഭാഷകൻ മുന്നോട്ട് വെക്കുന്നു. മാത്രമല്ല അറസ്റ്റ് തടയണം എന്നൊരു ആവശ്യം രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു, തീരുമാനമെടുക്കുകയായിരുന്നു. എന്തായാലും പ്രാഥമിക വാദമൊക്കെ നമുക്കറിയാവുന്നതുപോലെ, അതായത് രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധമാണിതെന്ന പ്രാഥമിക വാദമൊക്കെ ഹൈക്കോടതി കണക്കിലെടുത്തിരിക്കുകയാണ് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും കഴിഞ്ഞ ഈ കീഴ്ക്കോടതി ഈ ഒരു കേസ് തള്ളിയത് ഏത് സാഹചര്യത്തിലാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. അതായത് ഗർഭചിത്രത്തിന് തെളിവുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കീഴ്ക്കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഈ സാഹചര്യത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി. എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് ആദ്യത്തെ ഉത്തരവ് അല്ലെങ്കിൽ ആദ്യത്തെ നീക്കം തന്നെ രാഹുലിന് അനുകൂലമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനം, അതും രാഹുലിന് അനുകൂലമായി മാറുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും നിർണായകമായ തീരുമാനം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി നെട്ടോട്ടമോ 15-ാം തീയതി വരെ എന്തായാലും ഒളിവിൽ പോയി അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തോറും ഓടി നടന്ന് അങ്ങനെ ഒരു ഒളിവിൽ പോകേണ്ട സാഹചര്യം നിലവിൽ ഇല്ലാതായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. രാഹുലിന് താൽക്കാലിക ആശ്വാസമായി ഈ വിധി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.